ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും വിജയ റൈഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന മൈസൂർ പാലസിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അകത്തോട്ട് കയറുന്നതിന് ഒരാൾക്ക് 100 രൂപയാണ് പാസ് വരുന്നത്. ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ, കാർഡ്, ഗൂഗിൾ പേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുക്കത്തില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഒരാൾക്ക് 100 രൂപ നിരക്കിൽ 600 രൂപ, 6 പേർക്ക് ടിക്കറ്റ്. പിള്ളേർക്ക് 10 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ಇದಕ್ಕೆ ಮೈಸೂರು ಅರಮನೆ ಮಂಡಳಿಯು ಜವಾಬ್ದಾರಿಯಾಗಿರುತ್ತಿದ್ದಾರೆ. ಗಮನಿಸಿ, ತಮ್ಮ ಅಮೂಲ್ಯ ವಸ್ತುಗಳಿಗೆ നമ്മളിപ്പോൾ മൈസൂർ പാലസ് എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി. പിന്നെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല. മൊബൈൽ ക്യാമറ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ മൊബൈൽ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അഥവാ നമ്മൾ ക്യാമറ എന്തെങ്കിലും കൊണ്ടുവന്ന് അകത്ത് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രി ക്യാമറയൊക്കെ ഉണ്ട്. അവസാനം ക്യാമറയൊക്കെ അവന്മാർ പിടിച്ചു വാങ്ങി ചോദിക്കും, പിന്നെ ഫൈനൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു, ക്യാമറ വേണമെങ്കിൽ നിങ്ങൾ ബാഗിനകത്ത് ഇട്ട് വെച്ചോ, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. ഇനി ഇവിടെ ചെന്നിട്ട് ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാം. ചെരുപ്പ് അകത്തോട്ട് അലോടല്ല, നേരെ നമുക്ക് അകത്തോട്ട് കയറാം. അങ്ങനെ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തു നമ്മൾ അകത്തോട്ട് കയറി. പീരങ്കിയാണ്, പീരങ്കി. അതിനകത്ത് കുറേ ശില്പങ്ങൾ ചെയ്തിട്ട്, പിന്നെ ഒരു കൊട്ടാരത്തിൻ്റെ മാതൃക പോലെ ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ അല്ലല്ലോ, ഈ കൊട്ടാരമല്ലല്ലോ. ഈ കുറേ ശില്പങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ മൈസൂർ കൊട്ടാരത്തിൻ്റെ ഒരു മാതൃക അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു സിനിമ ഉണ്ടല്ലോ. State elephant. State elephant ರಾಜನೇ ಬಲಕ್ಕೆ ಕಾಣುತ್ತೆ. ಕುದುರೆ, ಪಟ್ಟದ ಕುದುರೆ ಚಲುವಾಗ state horse, indication of the king's speed. So in the particular ರಾಜನ പേര് ರಾಶಿ ಲಕ್ಷಣ ಕುಟುಂಬದಲ್ಲಿ 7 പേര്. Understand feel it work out.
അപ്പോൾ ഇതിനകത്ത് ഈ ഒരു റൂമിലോട്ട് കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ പെയിൻറ്റിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ജീവിച്ചിരുന്നവരും തരം വരിച്ചവരുമായിട്ടുള്ള കുറേ ആൾക്കാർ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. വാൾ പെയിൻറ്റിങ്സ് ആണ്. കൃഷ്ണ രാജ വാടിയാർ ഫോർട്ട് പെയിൻറ്റഡ് ബൈ രവിവർമ്മ. രവിവർമ്മ വരച്ച ചിത്രമാണ് ഈ കാണുന്നത്. നമ്മൾ ക്യാഷ് വയ്ക്കുന്ന അറയാണെന്നാണ് തോന്നുന്നത്. ക്യാഷ് കെക്സ്. ഇവിടെ ഫുള്ള് ഫോട്ടോകളോ ഈ ചുമരിലെല്ലാം നല്ല ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മറ്റേ മെഴുകിലും അതൊക്കെയാണ് വരച്ചേക്കുന്നത്. ഇത് നടുമുറ്റമാണ്. നമുക്ക് ഇവിടുന്ന് വെളിയിൽ അകത്തോട്ട് കയറാൻ പാടില്ല. ഇവിടെ ഇതെല്ലാം വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൂടെ കറങ്ങി നടന്ന് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പണ്ട് കാലത്തെ ലിഫ്റ്റാണ്. AC ലിഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടുള്ള പ്രവേശനമില്ല. ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തേക്കാണ്. ആനക്കൊമ്പ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ചെയ്തേക്കുന്നതാണ്. ഒറിജിനൽ ആനക്കൊമ്പാണ്. ഇത് സിൽവറാണ്, സിൽവർ കസേരയാണ്. അവിടെ ഒരു സിൽവർ കണ്ണാടി കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്ന 2 പുലികളുടെ പ്രതിമ ഉണ്ടാകും. ഇത് ഒറ്റ കല്ലിലാണ് ഓരോ പ്രതിമയും ചെയ്തേക്കുന്നത്. ഇതിനകത്തും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതിമകൾ ചെയ്തു വെച്ചേക്കുന്നതാണ്. ഗണപതി, ദേവി, അങ്ങനെ ദുർഗാദേവി, അങ്ങനെ കുറച്ച് പ്രതിമകളാണ് ഈ സൈഡിൽ കാണാൻ കഴിയുന്നത്. അവിടെ ആനക്കൊമ്പ് ഇതും അവിടെ വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ആനക്കൊമ്പാണ്. ഈ കാണുന്ന സ്വർണത്തിലുള്ള രഥമാണ്. രഥം ഗോൾഡൻ ഹൗഡ്. 750 കിലോ ഉള്ള ഗോൾഡാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു അറ്റം മൂലം കിട്ടിയാൽ നല്ല പൈസ ആയിരിക്കും അല്ലേ? ഞാൻ തൊഴിഞ്ഞെല്ലാം കിടക്കണമെന്ന് നോക്കാം. എന്തോ കൃഷ്ണവാദി പോകാൻ
ഇത് ഇരിക്കാനുള്ള കസേര. എന്തെങ്കിലും പരിപാടി കാണാതിരിക്കുന്നേ. എടുത്തായിരുന്നു. മോളെടുത്തു. ഇത് നല്ല പെയിൻറ്റിംഗ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ഹോളാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അതിൻ്റെ കളറൊക്കെ ഇപ്പോഴും മങ്ങാത്ത രീതി. ഇപ്പോൾ പെയിൻറ്റ് ചെയ്താണോ എന്നുള്ളൊരു അല്ല, എനിക്ക് തോന്നുന്നു പഴയ പെയിൻറ്റിങ് തന്നെയാണ്. പക്ഷേ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല രസമുണ്ട്. വീണ്ടും അവിടുന്ന് നമ്മളിങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു പ്രൈവറ്റ് ദർബാർ ഹാൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഒരു നിർമ്മിതി, അതായത് ഈ ഒരു പെയിൻറ്റിങ്ങും ആ ഒരു സ്ട്രക്ചറൊക്കെ ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല. ഭയങ്കര രസമുണ്ട്. നമ്മളിപ്പോൾ മൈസൂർ പാലസിലാണുള്ളത്. അപ്പോൾ പാലസിനകത്തെല്ലാം കണ്ടിറങ്ങി നമ്മൾ പുറത്ത് ആ ഒരു മെയിൻ പാലസിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുന്ന ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. ഇവിടുന്ന് ഈ ഒരു ഭാഗത്തൊക്കെ ഇതിൻ്റെ ഒരു ഉദ്യാനം പോലെ ചെയ്തേക്കുന്നതാണ്. ഈ ഒരു സൈഡിലൊക്കെ എങ്ങനെയുണ്ടാ കണ്ടിട്ട്? നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പ്രാവശ്യമാണ് പറഞ്ഞത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നെ നല്ല ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. നല്ല വെയിലായിരുന്നു. ഇപ്പോൾ രാവിലെ ഒരു 10-11 മണിയായപ്പോൾ എത്തി. ഇപ്പോൾ സമയത്തായി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൈസൂർ പാലസ് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് സൂവിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.